السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ പഠന ക്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിനൊന്നാകെയുള്ള ഒരു മാതൃകാ പുരുഷനാണ് അദ്ദേഹം. മറ്റു മതങ്ങൾക്കോ മതേതര സമൂഹങ്ങൾക്കോ ഒന്നും ആ രീതിയിൽ ഒരു മാതൃകാ പുരുഷൻ ഇല്ല എന്ന് മാത്രമല്ല, ആ മതത്തിന്റെയോ വിശ്വാസത്തിന്റെ ആളുകളൊന്നും തങ്ങളുടെ ഒരു മാതൃകാ പുരുഷനെ അവകാശപ്പെടുന്നില്ല. എന്നാൽ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച് ലോകത്തിനൊന്നാകെ ഒരു മാതൃകാ പുരുഷൻ എന്ന നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്ന് അവകാശപ്പെടുകയും മുസ്ലിങ്ങൾ, ആ നബിയെ വിശ്വസിക്കുന്ന മുസ്ലിങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവരൊക്കെ ഏറിയും കുറഞ്ഞുമൊക്കെ തോതിൽ ആ നബിയെ തങ്ങളുടെ ജീവിതത്തിൽ മാതൃകയാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനെ ലോകത്തുള്ളൂ. ഈ കോടിക്കണക്കിന് മുസ്ലിങ്ങൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ചെറുതും വലുതുമായ വിഷയങ്ങളിലും വളരെ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യം മുതൽ അതീവ ഗൗരവമുള്ള പ്രശ്നങ്ങളെന്ന് തോന്നുന്ന ഒക്കെ വരുന്ന വിഷയങ്ങളിലൊക്കെ എപ്പോഴും താൻ ചെയ്യുന്നത്, ആ വിഷയത്തിലെടുക്കുന്ന നിലപാട് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന ആളുകളാണ്. ഏറ്റക്കുറവുണ്ടായാലും അതാണ് അവരുടെ മുന്നിലുള്ള മാതൃക. അങ്ങനെ ഒരു മാതൃകാ പുരുഷൻ മുസ്ലിങ്ങൾക്കല്ലാതെ ലോകത്തില്ല. നമുക്ക് നമ്മളിവിടെ ഇരുന്ന് ക്ലാസ് കേൾക്കുമ്പോഴും പലതും നമ്മളുടെ മനസ്സിൽ വരുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ ചെയ്തു നോക്കിയിട്ട് അതേമാതിരി ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും മാതൃകയായിട്ട് ഇങ്ങനെ ചെയ്യും നമ്മൾ, ചെറുതായതും വലുതായൊക്കെ. മുസ്ലിങ്ങൾ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അപ്പൊ അതിന് കാരണം അതൊരു മാതൃകാ പുരുഷനാണ്. അങ്ങനെ ഒരു സമൂഹം വേറെ ഇല്ല. അവരുടെ ജീവിതത്തിൽ ഇന്ന ആളെ അനുകരിക്കുക എന്നൊരു സംഗതി ഇല്ല. നമ്മൾ നമ്മുടെ നടത്തത്തിലും ഇരുത്തത്തിലും അനക്കത്തിലും അടക്കത്തിലും സംസാരത്തിലും മൗനത്തിലും ഒക്കെ നബി എന്താ ചെയ്തത് നാം നോക്കുക. അവിടെ അത് ചെയ്തിട്ട് ഇങ്ങനെ പോകും. അപ്പൊ അതാണ് മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു മാതൃകാ പുരുഷൻ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കേണ്ടതുണ്ട്. നമ്മളൊരു മാതൃകാ പുരുഷനെ അവകാശപ്പെടുമ്പോൾ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് കിട്ടേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന്റെ ജീവിതം നമ്മളുടെ മുമ്പിൽ കിട്ടണം. നല്ല വെളിച്ചത്തിൽ ഇങ്ങനെ കാണണം. അപ്പോഴല്ലേ മാതൃകയാക്കാൻ കഴിയുള്ളൂ. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും ആധുനികമായ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാള്, നമ്മുടെ കാലഘട്ടത്തിൽ ജീവിച്ച നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പണ്ഡിറ്റ് നെഹ്റു, ഗാന്ധിജി, വലിയ വലിയ മഹാന്മാരാണ് അവരൊക്കെ. ഇതര രാഷ്ട്രങ്ങളുടെ രാജ്യങ്ങൾക്ക് ജീവിച്ച വലിയ മഹത്തുക്കളായ ആളുകളുണ്ട്. ഇവർക്ക് കുറെ തരത്തിലുള്ള മഹത്വമൊക്കെ ഉണ്ട്. ഇവരുടെ ഒക്കെ ജീവിതം മാതൃകയാക്കാൻ ഒരാൾ തീരുമാനിച്ചാൽ, ഇപ്പൊ മുന്നിൽ ജീവിച്ച കാലത്തുള്ള ഒരാളാണ്, അവരുടെ ജീവിതത്തിന്റെ ഉള്ളും പുറവും മനുഷ്യന്റെ മുമ്പിൽ കിട്ടില്ല. അവരെ പരസ്യ ജീവിതത്തിന്റെ ഏതാനും ചില ഭാഗങ്ങൾ, വളരെ ചെറിയ കോണിലുള്ള ചെറിയ ചെറിയ വിഷയങ്ങൾ കിട്ടും ആളുകൾക്ക്. അത് അവരുടെ അടുത്ത ആളുകൾ ആരെങ്കിലും എഴുതി വെച്ചതോ പറഞ്ഞു വെച്ചൊക്കെ ഉണ്ടാവും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്
1400 വർഷം മുമ്പാണ്. 1400 വർഷം മുമ്പ് എന്ന് പറയുമ്പോ ഈ വാർത്താവിനിമയ സൗകര്യങ്ങൾ എന്നൊറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലാം പഠനമില്ല. അതൊക്കെ വളരെ കുറഞ്ഞൊരു കാലഘട്ടം. എഴുത്തോ പ്രിന്റിങ്ങോ അതുപോലെ അങ്ങനത്തെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുക ഒന്നുമില്ലാത്തൊരു കാലം. അതൊക്കെ വളരെ പരിമിതമായ തോതിൽ മാത്രമുള്ള ഒരു കാലം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ജീവിച്ചതാകട്ടെ ആ കാലഘട്ടത്തിൽ ഏറ്റവും പരിഷ്കൃത ഒരു സമൂഹത്തിലല്ല. ഒരു പരിഷ്കൃത സമൂഹത്തിൽ അതിൻ്റെതായ സൗകര്യങ്ങളുണ്ടാവും. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത് ആ കാലഘട്ടത്തിൽ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന ഒരു നാട്ടിലാണ്, എന്നുവെച്ചാൽ അറബികൾക്കിടയിൽ. അവരുടെ ഒരു പ്രത്യേകത അത് ഒരു മരുഭൂവാസികളാണ്. സംസ്കാരം നമുക്കറിയാലോ, ഈ നാഗരികതകളും സംസ്കാരങ്ങളും ഒക്കെ വളരുന്ന സ്ഥലങ്ങളുണ്ട്. അതിന് പച്ചപ്പുള്ള സ്ഥലങ്ങൾ വേണം, നദീതടങ്ങൾ വേണം. ഇതൊക്കെ നമ്മൾ പണ്ട് പഠിച്ചതാണ്. ഒക്കെ ഇതൊന്നുമില്ലാത്തൊരു സ്ഥലത്ത് മരുഭൂമികള്, കുറച്ച് ആടും ഒട്ടകവും കഴുതിയും കുതിരയൊക്കെ അല്ലാതെ വേറൊന്നുമില്ല. ഒരു വീടുണ്ടാക്കി താമസിക്കാൻ പോലും അറിയാത്ത നാടോടികളായ അപരിഷ്കൃതരായ ആളുകൾ. ഇനി ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വല്ല പരിഷ്കരണവും പുരോഗതിയൊക്കെ ഉണ്ടെങ്കിൽ അത് എത്തിപ്പെടാൻ പോലും സൗകര്യമില്ലാത്ത റുബുൽ ഖാലി എന്നൊക്കെ പറഞ്ഞ ഒരു ഒഴിഞ്ഞു കിടക്കുന്ന മരുഭൂമികളുടെ ഒക്കെ ഒരു ലോകം. അവർക്കൊന്നും ആരും എത്തിപ്പെടും കൂടിയില്ല. അങ്ങനെ ഒരു തുരുത്ത് പോലെ നിൽക്കുന്ന കുറച്ച് മനുഷ്യന്മാര്. അവിടെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ച് 14 നൂറ്റാണ്ട് മുമ്പ്. എന്നിട്ട് നമ്മൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മൾക്ക് മാതൃകയാണ്. ആ മാതൃക മുഴുവൻ നമ്മളുടെ മുമ്പിൽ ലഭ്യമാണ്. നമുക്കൊരു അത്ഭുതം എന്ന് പറയുന്ന അതാണ്. ആ നബി ജീവിച്ച ജീവിതം വളരെ ചെറിയ കാര്യം പോലും ഇന്ന് നമുക്ക് ലഭ്യമാണ്. നമ്മളുടെ ഇപ്പൊ ജീവിച്ചു പോയ പ്രധാനമന്ത്രിയുടെയോ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം നമ്മൾക്ക് ലഭ്യമല്ല. വലിയ മഹാന്മാരാന്ന് പറയപ്പെടുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ജീവിതം നമ്മൾക്ക് അതേമാതിരി ലഭ്യമല്ല. എന്നാൽ ആ കാലഘട്ടത്തിൽ ഈ പരിമിതികളൊക്കെ ഉള്ള ലോകത്ത് ജീവിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമ്മളിങ്ങനെ മറിച്ചു നോക്കണം. എന്താണ് അവിടെ അദ്ദേഹം ചെയ്തത്? അത് അധ്യായങ്ങളും ചാപ്റ്ററുകളും ഒക്കെ ആയിട്ട് തിരിച്ചു വെച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട് പണ്ഡിതന്മാർ പിൽക്കാലത്ത്. അദ്ദേഹം ഓരോ കാര്യത്തിലും ചെയ്ത് അത് മുഴുവൻ നമ്മൾക്ക് ഇങ്ങനെ ലഭിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അങ്ങനെ ഒരു അത്ഭുതം ലോകത്ത്. പല വിമർശകരായ ഇസ്ലാം വിമർശകരായ ആളുകളുണ്ട്, ഈ ഓറിയന്റലിസ്റ്റുകളൊക്കെ. ഇസ്ലാം വിമർശകരാണ്, ഇസ്ലാമിനെ പറ്റി പഠിച്ച ആളുകളാണ്. ഓറിയന്റലിസം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിനെ പ്രത്യേകിച്ച് പഠിച്ച് പൗരസ്ത്യ സംസ്കാരത്തെ പഠിച്ച് അതിനെ പരമാവധി നന്നായി പഠിച്ച് തന്നെ വിമർശിക്കുന്ന ആളുകളാണ്. അവര് പഠിച്ചതാണ് പലരും നമ്മളെന്നെ ഉപയോഗപ്പെടും. അധ്യായ പഠനങ്ങൾ നടത്തിയ ആളുകളാണ്. അവരെന്നെ വിലയിരുത്തിയ പല സംഗതികളൊന്നും എന്താ പറയുക നിങ്ങള്, അവര് വിലയിരുത്തിയത് മുഹമ്മദിനെ പറ്റി നമ്മൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മധ്യാഹ്നത്തിൽ നിൽക്കുന്ന സൂര്യന്റെ വെളിച്ചത്തിൽ വസ്തുക്കൾ കാണാവുന്നത് പോലെ മുഹമ്മദ് നബിയുടെ ജീവചരിത്രം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അങ്ങനെ ഒരു മനുഷ്യൻ ലോകത്തില്ല. നിങ്ങൾ പറയൂ, ആലോചിച്ച് നോക്കി, ഏതാണ് അങ്ങനെ ഒരു മനുഷ്യനുള്ളത്? തന്റെ ഭാര്യമാരോടുള്ള അദ്ദേഹത്തിന്റെ സ്വകാര്യ സംഭാഷണങ്ങൾ, അവരുമായിട്ടുള്ള ഇടപാട് രേഖയിലുണ്ട്. അതിങ്ങനെ കിട്ടുകയാണ്. അതൊക്കെ നമ്മളുടെ മുമ്പിൽ വരികയാണ്. വളരെ സ്വകാര്യം നമ്മൾ പറയുന്ന സംഗതികൾ പോലും ഭാര്യമാർ ജനങ്ങൾക്ക് മാതൃകയാക്കാൻ വേണ്ടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനില്ല ലോകത്ത്. ഇപ്പോഴുള്ള ഒരാളത് പോലും നമ്മൾ കിട്ടുന്നില്ല. അത്ര കൃത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ മാതൃകയാക്കാം എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ പറ്റി പറയുന്നു. അദ്ദേഹം ഒരു പരാമർശം, ഫഖദ് ലബിസ്തു ഫീകും ഉംറൻ മിൻ ഖബ്ലിഹി അഫലാ തഅഖിലൂൻ.
നബിനെങ്ങനെ വിമർശിച്ചു പല ആളുകളും അന്ന്. ആ വിമർശനം വന്നപ്പോ കള്ളവാദിയാണ്, ഷായിറാണ്, കവിയാണ്, സാഹിറാണ്, മാന്ത്രികനാണ്, പിന്നെ ഇങ്ങനെ പല ആരോപണങ്ങളും വന്നു. അപ്പൊ ആരോപണങ്ങളൊക്കെ പറയുമ്പോ 40 വയസ്സ് വരെ നബി അവിടെയാണ് ജീവിച്ചത്. നിങ്ങൾ ഈ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നതിന് മുമ്പ്, അതായത് 40 വയസ്സിലാണ് ഞാൻ പറയാൻ തുടങ്ങിയത്. അതിനു മുമ്പ് 40 വയസ്സ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചില്ലേ? നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഈ വാക്കിന്റെ അർത്ഥം അവരെ വിമർശനങ്ങൾക്ക് മറുപടി പറയലാണ്. അതാണ് അതുകൊണ്ട് ഉദ്ദേശം. ഞാൻ ഇവിടെ ജീവിച്ചിട്ട് ഞാൻ ഇതൊന്നും മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ, നിങ്ങൾക്കറിയില്ലേ? ഈ 40 വയസ്സാകുമ്പോ ഞാൻ അങ്ങനെ പറയൽ കൊടുക്കുമ്പോ അതിനെന്തൊരു പ്രത്യേകത നിങ്ങൾക്ക് ആലോചിച്ചൂടേന്നാ. അപ്പൊ ആ ആശയത്തിലാണ്. പക്ഷെ നമുക്ക് അറിയുന്ന മനസ്സിലാവുന്ന ഒരു കാര്യം, ഈ 40 വയസ്സ് വരെയുള്ള ജീവിതവും നബിന്റെ ലഭ്യമാണ്. ഞാൻ ഇവിടെ ജീവിച്ചു പറഞ്ഞതിന്റെ അർത്ഥമല്ലേ? ഞാൻ ഇവിടെ 40 വയസ്സ് വരെ ജീവിച്ചല്ലോ, 40 വയസ്സായിട്ടല്ലേ ഞാൻ നിങ്ങളോട് പറയാൻ തുടങ്ങിയത്. അതെന്താ നിങ്ങൾക്ക് അറിയില്ല? നിങ്ങൾ എന്താ ചിന്തിക്കുന്നില്ല? ഈ വയസ്സ് നബിന്റെ കിട്ടും. നബിയുടെ ജനനം മുതൽ നബി ആകുന്നത് വരെയുള്ള 40 വയസ്സിലെ ജീവിതം രേഖയിലുണ്ട്. ആ കാലത്ത് അത് ഉണ്ടാണ്ടുണ്ടോ? ഉണ്ട്. അന്ന് അങ്ങനത്തെ ഒരു കാലമല്ലല്ലോ. 40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ജീവിച്ചത് മുഴുവനുണ്ട്. മരണാനന്തരം തൊട്ടടുത്ത് നടന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതാകട്ടെ വളരെ കൃത്യമായിട്ടുണ്ട്. ഒരു ഏകദേശം ഇങ്ങനെ പറഞ്ഞു, വളരെ കൃത്യമായിട്ട്. ചില സഹാബികൾ പറയുന്നത് റസൂലുള്ളാഹിന്റെ ശിരസ്തലയിൽ ഇത്ര മുടി നരച്ചിരുന്നു. 8 or 10 മുടിയാണ് നബിന്റെ ചെന്നിയുടെ ഈ ഭാഗത്ത്, ഇങ്ങനെ ഭാഗത്ത് നരച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് നബി എണ്ണയിട്ട് മുടി ചെയ്യാറുണ്ട്. ആ എണ്ണ ഇട്ടാൽ ആ നര ബാധിച്ചത് കാണുമായിരുന്നില്ല. ഇവിടെ ആരാ മുടി നരച്ച് എണ്ണി വെക്കാൻ നടക്കുന്നത്? പക്ഷെ സഹാബികൾ അത് ചെയ്തിരുന്നു. അത് നബിയോടുള്ള അവരുടെ ഭ്രമം അങ്ങനെയാണ്. അതുപോലെ അവർ ശ്രദ്ധിച്ചിരുന്നു. അത് നടന്നു പോകുമ്പോൾ അവർ പറയാണ്, നടന്നു പോകുമ്പോൾ മുന്നോട്ടാഞ്ഞ് അതിവേഗത്തിൽ നടക്കും. ഭൂമി അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഉരുണ്ടുകൂടിയതുപോലെ തോന്നുന്നു. അത്ര എളുപ്പത്തിൽ നടന്നു നീങ്ങുന്നു. ഞങ്ങൾ പലപ്പോഴും നടന്ന നബിന്റെ കൂടെ എത്തൂല. അങ്ങനെയായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരാകൃതി കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ മുടി ഇങ്ങനെയായിരുന്നു, ശരീരം ഇങ്ങനെ, ചുമലിങ്ങനെയായിരുന്നു എന്നൊക്കെ കൃത്യമായിട്ട് റസൂലുള്ളാഹിന്റെ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ആ വിഷയത്തിലുണ്ട്. എല്ലാ ഭാഗവും കൃത്യമായിട്ട്. ഒരു ഉദാഹരണം നോക്കുക. ഇമാം തിർമിദി ഒരു ഹദീസ് പണ്ഡിതനാണ്. ഹദീസ് ബുഖാരി, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ ഒരു പണ്ഡിതനാണ് ഇമാം തിർമിദി. അദ്ദേഹത്തിന്റെ ഏറ്റവും പഴയ കാലത്തുള്ള ഒരാളാണ്. ആ കാലത്ത് എഴുതിയൊരു ഗ്രന്ഥമാണ് അശ്ശമായിലുൽ മുഹമ്മദിയ്യ എന്ന് പറഞ്ഞത്. ശമായിൽ മുഹമ്മദിയ പറഞ്ഞ മുഹമ്മദ് നബിയുടെ ഈ ശാരീരിക സ്വഭാവ, മറ്റു അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വിശേഷങ്ങൾ പറയുന്നത് മലയാളത്തില് വന്നിട്ടുണ്ട്. ആ പുസ്തകത്തില് നബിനെ പറ്റി അങ്ങനത്തെ കാര്യങ്ങൾ, നിസ്കാരം, നോമ്പ്, അങ്ങനത്തെ ഇബാത്തുകളൊന്നുമല്ല, നബിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ അദ്ദേഹം സമാഹരിച്ച വിഷയങ്ങള് നോക്കുക. അതിന്റെ ഹെഡിങ്ങൾ ഞാൻ ചിലത് ഇങ്ങനെ വായിക്കാം മലയാളത്തിൽ. അപ്പോ എന്തൊക്കെ നബിനെ പറ്റി നമുക്ക് ഇന്ന് കിട്ടുന്ന അറിയാൻ. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ കുറെ ഗ്രന്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരഘടന ഒരു ഹെഡിങ് ആണത്. നമുക്കിന്ന് കിട്ടുന്ന നബിന്റെ ശരീരം എങ്ങനെയാണെന്നുള്ളത് കൺമുമ്പിൽ ഇങ്ങനെ കാണുന്ന മാതിരി കാണാൻ. നബിയെ ചുമല് നല്ല വീതിയുള്ള ആളായിരുന്നു, കാണാം. തിങ്ങി മുറ്റിയ മുടിയുള്ള ആളായിരുന്നു. മുടിയെ പറ്റി പറഞ്ഞെടുത്ത് നബി ഈ കറുത്തൊരാളായിരുന്നില്ല, ഒരു തൂവെള്ളമായുള്ള വെളുപ്പായിരുന്നില്ല, ഇളം ചുമപ്പ് നിറമുള്ള ഒരാളായിരുന്നു. പിന്നെ മുടി ചെവിക്കുറ്റിയോളം ഇറങ്ങി നിന്നിരുന്നു എന്നൊക്കെ പറയുന്ന ശരീരഘടന ഇങ്ങനെ ശരിക്ക് കാണാം. നെഞ്ച് നിവർന്നു നിൽക്കുന്ന ആളായിരുന്നു, ശരീരത്തിൽ രോമം ഉണ്ടായിരുന്നു ശരീരത്തിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നബിയുടെ മുടി എങ്ങനെയായിരുന്നു, പിന്നെ അടുത്ത് മുടി ചീകൽ എങ്ങനെയായിരുന്നു, എത്ര നിര ബാധിച്ചിരുന്നു,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയില് ചായം പൂശിയിരുന്നോ? ഹന്ന ഉപയോഗിച്ചിട്ടും കെത്തും ഉപയോഗിച്ചൊക്കെ മുടി കറുപ്പിക്കുകയോ ചോപ്പിക്കുകയോ ചെയ്തിരുന്നോ? സുർമ എഴുതിയിരുന്നോ കണ്ണില്? അതൊക്കെ ഉണ്ട്. റസൂൽ ചെയ്താണ്. കണ്ണിന് നല്ല തിളക്കം അന്നത്തെ ഉപയോഗിച്ചിട്ട് നബി എഴുതിയിരുന്നു. പിന്നെ വസ്ത്രം എങ്ങനെയായിരുന്നു? സോക്സ് ധരിച്ചിരുന്നോ? പാദരക്ഷ നബി മോതിരം അണിഞ്ഞിരുന്നോ? പിന്നെ ഏത് വിരലിലായിരുന്നു നബിന്റെ വാള്, പടയങ്കി, തലയിൽ അണിഞ്ഞിരുന്ന അങ്കി, തലപ്പാവ്, അരക്കച്ച, നടത്തം, തലയിൽ എണ്ണ തേച്ച വിവരങ്ങള്, ഇരുത്തം, ചാരി ഇരുത്തം, സഹാബികളുടെ ചുമലിൽ പിടിച്ച് നടന്നത്, പിന്നെ കഴിച്ചിരുന്ന ഭക്ഷണം, ഉപയോഗിച്ചിരുന്ന കറി. നിങ്ങൾ നോക്കുക, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പാനപാത്രം, കഴിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങൾ, കുടിക്കാൻ ഉപയോഗിച്ച പാത്രങ്ങള്, പിന്നെ സുഗന്ധം, സംസാരം, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. നബി കഥ പറഞ്ഞിരുന്നോ? ഉറങ്ങിയിരുന്നോ എന്നൊക്കെ, നബി കരഞ്ഞത്, നബി ഉപയോഗിച്ചിരുന്ന മെത്ത, വിരിപ്പ്, അങ്ങനെ കൊമ്പ് വെക്കുന്ന ചികിത്സ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും നബിന്റെ പ്രായം, എല്ലാ സംഗതികളും വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ നബിനെങ്ങനെ കാണാതെ വായിച്ചു നോക്കിയ. ഇത് നിങ്ങള് എന്താ ഇതിനർത്ഥം? ഒരു മാതൃകാ പുരുഷൻ എന്ന നിലക്ക് അള്ളാഹുവിന്റെ റസൂലിനെ ഇപ്പൊ നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരാളെ മാതിരി നമുക്ക് കാണാം. അങ്ങനെ ലോകത്ത് ഒരാളെ ഉള്ളൂ, വേറെ ആരും അങ്ങനെ ഒന്നില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പൊ പറയുന്നൊരു സംഗതി എന്താ അറിയോ? നബി ഒരു ചരിത്ര പുരുഷനാണ്. അങ്ങനെ പറയുന്ന വാക്കാണ് ഇതിന് ഉപയോഗിക്കുക, ചരിത്ര പുരുഷൻ. ചരിത്രത്തിൽ നമുക്ക് കിട്ടുന്ന ഒരാളാണ്. ഇതിന്റെ മറുഭാഗത്ത് ഈസാ നബി അലൈഹി ഇസ്ലാം നമ്മൾ വിശ്വസിക്കുന്ന ഒരു നബിയാണ്. ഖുർആനിലും ഉണ്ട്, ഹദീസിലൊക്കെ ഉണ്ട്. ഒരുപാട് സ്ഥലത്ത് ഖുർആനിൽ പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ജനതയുണ്ട്. യേശു ആണ്, ക്രിസ്ത്യാനികൾ പറയുന്ന യേശു ആണ് അവരുടെ ആള്. യേശുവിനെ പറ്റി ഈസാ നബി എന്ന് പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് ഒരു പുസ്തകമുണ്ട്, മതനിഷേധികൾ എഴുതിയതാണ്, മലയാളത്തിലുണ്ട്. ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നിട്ടില്ല. കൃഷ്ണനും ഇല്ല. കൃഷ്ണൻ ഏതോ കാലത്താ, ഏതോ യുഗങ്ങളൊക്കെ പറയും, ആ യുഗത്തിലുള്ള ആളാണെന്ന് സങ്കല്പാണെന്ന് അവരെന്നെ പറയൽ ബാധിക്കുന്നുണ്ട്, ഉള്ള ആളല്ല. ക്രിസ്തുവിനെ പറ്റി ജീവിച്ചിരുന്നിട്ടില്ല. അങ്ങനെ ഒരു പുസ്തകം മലയാളത്തിൽ എഴുതിയിട്ട് അദ്ദേഹം ജീവിച്ചിരുന്നിരുന്നു ഇവിടെ, ഒരു ചരിത്ര പുരുഷനാണെന്ന് സമർത്ഥിക്കാൻ ക്രിസ്ത്യാനികൾക്ക് സാധിക്കുന്നില്ല. അതിന് കാരണം എന്താ? നിങ്ങള് യേശുവിനെ സംബന്ധിച്ച് ഈ ബൈബിളിൽ കിട്ടുന്ന ഈ വിവരമല്ലാതെ വേറെ ലോകത്തൊരു പുസ്തകത്തിലും ഇല്ല, എവിടെയും കിട്ടൂല. പറയുമ്പോ മുഹമ്മദ് നബീനേക്കാൾ കുറച്ചു മുമ്പ് വന്ന് വളരെ അടുത്ത് വന്ന ഒരാളാണ്. അത് നമ്മളെ വിശ്വാസവും നമ്മളെ ഖുർആനും പ്രമാണമൊക്കെയാണ്. വേറെ രേഖയില്ല, ചരിത്രത്തിൽ ഇല്ല എന്നാ പറയുന്നത്. യേശു ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ അവർക്ക് കഴിയുന്നില്ല. ബൈബിൾ അല്ലാതെ വേറെ രേഖയില്ല. അത് ഭക്തന്മാരായ അനുയായികൾ എഴുതിയതാണ്, സ്വീകാര്യമല്ല എന്ന് പറയാം വേണമെങ്കിൽ. അദ്ദേഹത്തിന് മുമ്പ് ജീവിച്ച ഈജിപ്തിലെ ചില സൗന്ദര്യ റാണികളെ പറ്റി മറ്റൊക്കെ ചരിത്രത്തിലുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇതിന് മറുപടി പറയുന്നത്. ഇതില്ല. ഞാൻ പറയുന്നത് എന്താ നിങ്ങള്, ഇവരൊക്കെ പറ്റി ചരിത്രത്തിൽ ഇല്ലാത്ത ആളുകളാ പലരും രേഖയിലില്ല. എന്നാൽ മുഹമ്മദ് നബിയെ പറ്റി ഒരാൾക്ക് ഇപ്പൊ ഈ വിമർശകരൊക്കെ ഉണ്ട്, ഇഷ്ടം പോലെ വിമർശകരാണ്. ഇന്നും ഇന്നലൊക്കെ വിമർശകരല്ലേ. ആരെങ്കിലും പറയുന്നുണ്ടാവും മുഹമ്മദ് എന്നൊരു മനുഷ്യനില്ലായിരുന്നു, അയാളെ വെറുതെ സങ്കല്പിച്ചുണ്ടാക്കിയെന്ന് ആർക്കും പറയുന്നുണ്ടോ? മറ്റൊരു പറ്റിയൊക്കെ പറയുന്നു അങ്ങനെ ഒരാളില്ലായിരുന്നു എന്ന് വെറുതെ പറഞ്ഞുണ്ടാക്കിയാണ്. നബിനെ പറ്റി അവർ പറയാൻ കഴിയില്ല. അതിന് കാരണം എന്താ നിങ്ങള്, അദ്ദേഹത്തിന്റെ ചരിത്രം 100% നമ്മളുടെ മുമ്പിൽ കിട്ടുന്നു. ഞാൻ ചരിത്രത്തിന്റെ ഒരു അത്ഭുതം എന്താ നിങ്ങള്, നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയൊരു കാര്യം, നബിയാണെന്ന്, അതൊരു നബി തന്നെയാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുന്ന കാര്യം എന്താ നിങ്ങള്, അദ്ദേഹത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തിന്റെ പ്രത്യേകത എന്താ അറിയാം? ഇപ്പൊ 40 വയസ്സ് വരെയുള്ള നുബുവത്തിന്റെ പൂർവ്വകാലം, മുൻപുള്ള കാലം, അത് നമ്മളുടെ മുമ്പിലുണ്ട്. അതിൽ പിന്നെ ശരി തെറ്റൊന്നും അന്വേഷിക്കേണ്ടതില്ല, അവിടെ അപാകതകൾ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ചരിത്രമുണ്ട്. ജനനുണ്ട്, വളർന്നതുണ്ട്, ശൈശവുണ്ട്, യുവത്വമുണ്ട്, കല്യാണം 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, കച്ചവടക്കാരനായി പോയതുണ്ട്. 40 വയസ്സ് വരെയുള്ള ജീവിതം ഏറെക്കുറെ ഇങ്ങനെ കിട്ടും. അത് അത്രയും പ്രസക്തിയുള്ളത് കിട്ടും ചെയ്യും.
40 വയസ്സ് മുതൽ 63 വയസ്സ് വരെ ജീവിച്ചല്ലോ നബി. 23 കൊല്ലം, 13 വർഷം മക്കത്തും 10 വർഷം മദീനത്തും ജീവിച്ചല്ലോ. ഈ 23 വർഷത്തെ ജീവിതത്തിന്റെ സംഭവങ്ങൾ നിങ്ങൾ കഴിയുമെങ്കിലും നബി ചരിത്രം വായിക്കണം. സംഭവങ്ങൾ നിങ്ങളൊന്ന് ക്രമീകരിച്ച് ഇങ്ങനെ വായിച്ച് എഴുതിച്ച് ഇങ്ങനെ വായിച്ചു കേട്ടു. നമ്മൾ അത്ഭുതപ്പെടുന്ന സംഗീത തരങ്ങൾ അതിന്റെ തുടക്കം മുതൽ ഒടുക്കം വഫാത്താകുക, മരിച്ചു പോവുക എന്നറിയല്ലോ. ആ മരിച്ചു പോകുന്നവരെയുള്ള സംഭവങ്ങളുടെ ക്രമപ്രവൃത്തത എന്ന് പറഞ്ഞാൽ വളരെ അടുക്കും ചിട്ടയോടും കൂടി കൃത്യമായിട്ട് ഇങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്ത് അഭിനയിക്കുന്നത് പോലെ ജീവിച്ചു തീർത്തൊരു ജീവിതം. ഒരു സിനിമയോ നാടകമൊക്കെ തയ്യാറാക്കുന്ന ആളുകളുടെ തിരക്കഥ തയ്യാറാക്കുക. ആ തിരക്കഥ അനുസരിച്ചാണ് നടന്മാർ അഭിനയിക്കേണ്ടത്. അതിലെ നായകൻ മരിച്ചു പോവില്ല. നായകൻ വഴിയിൽ വെച്ച് കൊല്ലപ്പെട്ടു പോയാൽ ആ ചിത്രം പൂർത്തിയാവില്ല. ഒരു ഡസനോളം വധശ്രമങ്ങൾക്ക് നബി വിധേയനായിട്ടുണ്ട്. പക്ഷെ എവിടെയും ഒരു അപകടവും പറ്റാതെ അതിന്റെ ഫിനിഷിംഗ് പോയിന്റിലേക്ക് കണ്ട് എത്തുന്നത് വരെ ജീവിച്ച അങ്ങോട്ട് തീർത്ത് അവസാനം പറഞ്ഞത് എന്റെ ദൗത്യം പൂർത്തിയായിട്ടോ. ഇല റഫീഖിൽ അഅല, എന്നെ നിയോഗിച്ച ആ കൂട്ടുകാരിലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു പറയുമ്പോൾ ഒരു സംഗതി ഇനി പറയാൻ ബാക്കിയില്ലാത്ത വിധം പൂർണ്ണമായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അങ്ങനെ ആർക്കെങ്കിലും കഴിയും? അവനാ തീരുമാനിക്കുന്നല്ലോ മരണം. മരണം വഴിക്ക് എവിടെ സംഭവിക്കാം. ഒരു ദൗത്യം തുടങ്ങിയിട്ട് അതിന്റെ എല്ലാ ഭാഗവും പറഞ്ഞു തീർത്തു, പഠിപ്പിച്ചു തീർത്തു, ജീവിച്ചു കാണിച്ചു കൊടുത്തു എന്നല്ല, ആ പറഞ്ഞത് മുഴുവൻ നടപ്പാക്കുന്ന ഒരു സമൂഹത്തെ രൂപപ്പെടുത്തി. എങ്ങനെ രൂപപ്പെടുത്തിയത്? ലക്ഷക്കണക്കിന് അനുയായികൾ, ലക്ഷത്തിലധികം അനുയായികൾ മക്കത്തും മദീനത്തും നബിയുടെ കൂടെ ഉണ്ടെന്ന്. ഹജ്ജത്തുൽ വിദാ റസൂൽ പ്രസംഗിക്കുന്ന സമയത്ത് 1,14,000 40,000 രണ്ട് അഭിപ്രായങ്ങൾ. അത്രയും ആളുകൾ റസൂലിന്റെ മുന്നിരിക്കേണ്ട കാലത്ത് അറഫയില് അങ്ങനെ ഒരു സമൂഹം വന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് അതാ അൽയൗമാക്കും അറഫയിലാണ് റസൂലുള്ളാഹി ആയത്തിറങ്ങുന്നത്. വെള്ളിയാഴ്ച ദിവസം അറഫയിൽ പ്രസംഗിക്കുന്ന സമയത്ത് അൽയൗമാക്കും ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീനാ. ഇനി ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു, ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് അംഗീകരിച്ചു തന്നിരിക്കുന്നു. അള്ളാഹ് ആയത്തോടെ ഇറക്കി. അതാ ആ ആയത്ത് തുടങ്ങിയതാ ഇത് അവസാനിപ്പിക്കുന്നു. ദൗത്യം പൂർത്തിയായിട്ടുണ്ടോ? ഹജ്ജിന്റെ ഇടയിൽ അദ്ദേഹം പലതവണ ആവർത്തിച്ചു, ജനങ്ങളെ നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ എന്നെ കണ്ടു വേഗം പഠിച്ചോളണം. നിങ്ങൾ ഒരുപക്ഷെ അടുത്ത വർഷം നിങ്ങളോട് കൂടെ ഞാൻ ഹജ്ജിനുണ്ടാവില്ല. അതല്ല, ഹജ്ജ് കഴിഞ്ഞ് 90 ദിവസത്തിൽ താഴെയാണ് അദ്ദേഹം ജീവിച്ചത്. പിന്നീട് റബീഉൽ അവ്വൽ പകുതിയാകുമ്പോഴേക്ക് വഫാത്തായി, മരിച്ചുപോയി. എന്താ അതിനർത്ഥം എന്നറിയ? നിങ്ങള് ഒരു തിരക്കഥ തയ്യാറാക്കി നായകനെ നിർത്തിയിട്ട് മുഴുവൻ രംഗവും കഴിഞ്ഞതിന് ശേഷം മാത്രം ഇനിയൊന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞാൽ റസൂൽ മരിച്ചു പോകുന്നു. അങ്ങനെ ഒരാൾക്ക് ജീവിക്കാൻ കഴിയും? തന്റെ എല്ലാം പറഞ്ഞു തീർത്താണ് ഇങ്ങനെ കുറെ ബാക്കിണ്ടെന്ന് വെച്ചാൽ കുറെ ഉണ്ടാവുമല്ലോ. ഒന്നുമില്ല. ആ ചരിത്രം മാത്രം മതി അത് നബിയാണെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ നോക്ക്, വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഇല്ല. നബിയാണ്, മുഹമ്മദ് നബിയാണ് എന്നുള്ളതിന്റെ ഒറ്റ തെളിവ് അദ്ദേഹത്തിന്റെ ചരിത്രം മാത്രം. എല്ലാ സംഗതികളും പറഞ്ഞു തീർത്ത് എല്ലാ ഏർപ്പാടും തീർത്തിട്ടാണ് അദ്ദേഹം പോകുന്നത്. അവസാനം രോഗിയായി കിടക്കുമ്പോൾ പറയേണ്ടതൊക്കെ പറഞ്ഞു. ഏറ്റവും അവസാനം നോക്കൂ നിങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സംഭവം. അദ്ദേഹം മിമ്പർമ കയറി, രോഗിയാണ്. 14 ദിവസം റസൂൽ ആയിഷയുടെ വീട്ടിൽ സുഖല്ലാതെ കിടന്നു. അവസാനത്തെ 2 ആഴ്ച. അതിന്റെ ഇടയ്ക്ക് റസൂൽ ഇങ്ങനെ ഇടയ്ക്ക് കയറി വരും. നിസ്കരിക്കാൻ ഇമാമാക്കി അബൂബക്കർ നിശ്ചയിച്ചു. കൂടി ചെയ്തിട്ടാ നിസ്കരിക്കാൻ ഇമാമാക്കി അബൂബക്കർ നിശ്ചയിച്ചു. അതിനെ എതിർത്തപ്പോ ആയിഷയോട് പറഞ്ഞു, പോകാൻ പറഞ്ഞു. ആയിഷയോട് അബൂബക്കർ നിൽക്കട്ടെ എന്ന് പറഞ്ഞു, നിർത്തി. അവസാനം കുറച്ചൊരു ഭേദപ്പെട്ട റസൂലിന്റെ വീട് പള്ളിന്റെ ചെരുവാണ്. അവിടെയാണ് ആയിഷയുടെ വീടുള്ളത്. ആയിഷക്ക് നിശ്ചയിച്ച റൂമുള്ളത്. അവിടെ ഇങ്ങനെ വന്നു മിമ്പർമ കയറി ഇങ്ങനെ ഇരുന്നു റസൂല്. എന്നിട്ട് പറഞ്ഞു, ഇതാ അവസാനം പറയാണ്, മരിക്കുന്നതിന് 4 ദിവസം മുമ്പാണ് സംഭവം.
ഇതാ ഞാൻ നിങ്ങളുടെ ആരെവിടെങ്കിലും വല്ല ഇടപാടും ബാക്കിയുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്നോട് പറയണം. നാളെ പരലോകത്ത് വന്നിട്ട് മുഹമ്മദ് എനിക്കില്ല തരാണ്ടായിരുന്നു ആരും പറയരുത്, അതെന്നോട് പറയണം. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് പിന്നെ 2 ദിനാർ 3 ദിനാർ എന്തോ പറഞ്ഞു, അത് നിങ്ങൾ നമ്മളായിട്ട് ഇടപാടുണ്ട്, അത് കൊടുക്കാൻ നബി ഏൽപ്പിച്ചു, ഏർപ്പാടാക്കി. എന്നിട്ട് നബി പറയാണ്, ഞാൻ ആരെങ്കിലും വല്ല രീതിയിലും അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ തിരിച്ചതുപോലെ ചെയ്യണം. ആരെങ്കിലും മുതുകിൽ ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുതുകിത നിങ്ങൾക്ക് എന്നെ അടിക്കാം. ആരോടും എനിക്കൊരു പകയുമില്ല. നാളെ പരലോകത്ത് വന്നിട്ട് മുഹമ്മദിനോട് എനിക്ക് ഇങ്ങനെ ഇടപാട് വീട്ടാണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ പറയരുത്, അങ്ങനെ ഒന്നും ബാക്കി വെക്കാതെ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് അതും ജനങ്ങളോട് പറഞ്ഞിട്ടാണ് എല്ലാം ഫിനിഷ് ചെയ്തു. നമ്മൾ പറയാം ഫിനിഷ് ചെയ്തിട്ട് തീർത്ത് ഇടപാട് തീർത്ത് ഒന്നും ബാക്കി വെക്കാതെ മരിച്ചു പോകും. അതാണ് മുഹമ്മദ് നബിയുടെ ചരിത്രം. അങ്ങനെ ഒരാൾക്ക് കഴിയോ? അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം റസൂൽ മരിക്കുകയാണ്. അത് പറഞ്ഞിട്ട് 4 ദിവസം മുമ്പാണ് ആ സംഭവം നടക്കുന്നത്. എന്താ ഇതിനൊക്കെ അർത്ഥം? ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്, അള്ളാന്റെ റസൂലിന്റെ ചരിത്രം തന്നെ മാത്രം മതി. അത് അതിന്റെ 1 മുതൽ അവസാനം വരെയാണ് വായിച്ചാൽ അതൊരു നബി ആയിരുന്നു എന്ന് തന്നെയാണ്. അത് നബി അല്ലാത്തൊരാൾക്ക് സാധിക്കൂല. എത്ര ആളുകൾ ചരിത്രമുണ്ട് ഇവിടെ. ഇവിടെ തുടക്കം മുതൽ ഒടുക്കം വരെ ക്രമത്തിൽ ഇങ്ങനെ പോകുന്നുണ്ടോ സംഭവം? ഇല്ല. ഇതിങ്ങനെ ക്രമത്തിൽ ഇങ്ങനെ തിരക്കഥ എഴുതി തയ്യാറാക്കി അങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതിനനുസരിച്ച് നായകൻ ഇങ്ങനെ അഭിനയിക്കുന്നത് പോലെയാണ് പോവാണ്. അങ്ങനെ കൃത്യം ഓരോന്ന് കഴിഞ്ഞാൽ ഇന്നതാ ഉണ്ടാവേണ്ടത്, അവിടെ എങ്ങനെ ഉണ്ടാവേണ്ടത് ഒക്കെ ഇങ്ങനെ നമുക്ക് റസൂലിനെ വധിക്കാൻ വേണ്ടി ബനു മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞ് മടങ്ങുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് വിഷം കൊടുത്തു. ഒരു ജൂത സ്ത്രീ, സൈനബ് എന്നാണ് അവരുടെ പേര്. ഒരു ജൂത സ്ത്രീ വിഷം കൊടുത്തു. വിഷം കൊടുക്കാൻ അവർ ഉപയോഗിച്ച തന്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൽക്കരിച്ചു. നബി സഹാബികളൊക്കെ നബി ആരെ സൽക്കാരം സ്വീകരിക്കും? ഒരു ജൂത സ്ത്രീയാണ്. പറയുമ്പോൾ ജൂതർ നബിയോട് അത്ര ശത്രുതയിൽ നിൽക്കുന്ന കാലാണ്. എല്ലാവർക്കും എന്നൊക്കെ അങ്ങനെ തന്നെ കടുത്ത ശത്രുത ഉള്ള ആളുകളാണ്. അങ്ങനെ നബി ചെന്നു ഭക്ഷണം കഴിച്ചു. നബി കഴിക്കാൻ സാധ്യതയുള്ള ഭാഗത്ത് അവർ വിഷം ചേർത്തു. നബിക്ക് വഹി കിട്ടാത്ത സംഗതി അറിയില്ല, നമ്മളെ മാതിരി മനുഷ്യനാണ്. നബി അത് കഴിച്ചു. വിഷം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ വഹി വന്നു. അപ്പോഴാണ് നബി ഭക്ഷണം കഴിക്കൽ നിർത്തിയത്. കൂടെ ഉണ്ടായിരുന്ന ബിശ്ർ എന്ന് പറഞ്ഞ സഹാബിന്റെ അതേ അവിടുന്ന് തന്നെ തൽക്ഷണം മരിച്ചു. വിഷം ചെന്നു മരിച്ചു. ആ സ്ത്രീ പിന്നെ വിചാരണ നടത്തിയൊക്കെ കുറെ സംഭവങ്ങളുണ്ട്. അവര് പറഞ്ഞു നബിയാണോ നോക്കാൻ വേണ്ടി ചെയ്താണെന്ന്. നബിയാണെങ്കിൽ വിവരം വരുമല്ലോ, വഹി കിട്ടുമല്ലോ, അല്ലെങ്കിൽ അത്തുപോകും, കഴിഞ്ഞല്ലോ വിഷയം. നബി അല്ലെങ്കിൽ പിന്നെ കൊണ്ടിടക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തെ വിശദീകരിച്ചു. ഈ വിഷം തട്ടി നബിക്ക് വിഷമേറ്റു. ഒരാൾ മരിക്കുകയും ചെയ്തു. പക്ഷെ നായകൻ മരിക്കാൻ പറ്റില്ല. മരിച്ചാൽ അത് മുന്നോട്ട് പോവില്ല. ഈ സംഭവങ്ങൾ ബാക്കി നിൽക്കല്ലേ. 3 വർഷത്തോളം പിന്നെ നബി ജീവിച്ചു. നബി ജീവിക്കുമ്പോ പറയണെന്താ? നിങ്ങള് അവസാനം മരിക്കുന്ന സമയത്ത് തൊട്ട് മുമ്പ് ആയിഷ അള്ളാനോട് പറയാണ്, ആയിഷ അന്ന് ആ കഴിച്ച വിഷമുണ്ടല്ലോ, അതിന്റെ ഈ രുചി എന്റെ വായിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ പറയുക? നിങ്ങള് നബിയെ അള്ളാഹ് ജീവിപ്പിച്ചതാ. മരിക്കും, നബിക്കും വിഷം കൊടുത്താൽ മരിക്കും. നബിമാർ മരിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. സക്കരിയ അലൈഹി ഇസ്ലാമിനെയൊക്കെ ഇവർ കൊന്നതാണ്. തല വെട്ടി താലത്തിലാക്കിയാണ് കാണിച്ചു കൊടുത്തു. രാജാജി കൊല നടത്തി. ജൂതന്മാരെ പറ്റി ഖുർആൻ പറഞ്ഞു യഖ്തുലൂനൽ അംബിയാ, നബിമാരെ കൊല്ലുന്നവർ കൊല്ലും. അപകടത്തിൽ ചാടിച്ചൊക്കെ ഉണ്ട്. പക്ഷെ റസൂലുള്ളാഹിന്റെ ദൗത്യം പൂർത്തിയാവണ്ടേ? ആ സമയം വരെ നബി അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി. മരിക്കുന്ന സമയത്ത് റസൂല് പറയാണ്,
അന്ന് അവിടെ വെച്ച് ഹൈബറിൽ വെച്ച് കഴിച്ച ആ വിഷം അതിന്റെ ചുവപ്പുണ്ട് വായിൽ ഇങ്ങനെ വരുന്നു. അവ കൊന്നതാണ് അർത്ഥം. ആ വിഷം തട്ടിയിട്ടാണ് നബി മരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്, നബിയുടെ ചരിത്രം, ആ ചരിത്രം തന്നെ അതൊരു നബിയായിരുന്നു എന്ന് നമ്മൾ ബോധ്യപ്പെടുന്ന തരത്തിലാണ്. അങ്ങനെ ഒരാള്, ഒരു ചരിത്ര പുരുഷൻ, ഒരു മാതൃകാ പുരുഷൻ, അള്ളാഹുവിന്റെ റസൂൽ അല്ലാതെ ലോകത്തൊരു മനുഷ്യനില്ല, ഒരു മനുഷ്യനില്ല. ഒരാളുടെ ചരിത്രവും ഇതേപോലെ ഇപ്പൊ ജീവിക്കുന്ന ഒരാളുടെ കിട്ടൂല. എന്നിട്ടല്ലേ മരിച്ചു പോയത്? അത് ഈ അങ്ങനത്തെ ഒരു 14 നൂറ്റാണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ജീവിച്ചൊരു മനുഷ്യൻ, എഴുത്തും വായനയൊന്നും അറിയാത്തൊരു നാട്ടിൽ ജീവിച്ചൊരു മനുഷ്യൻ മുഴുവൻ കൃത്യമായിട്ട് രേഖപ്പെടുത്തി ഇങ്ങനെ വെച്ചു. ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട് നബിന്റെ ചരിത്രം. എല്ലാ സംഗതിയും വ്യക്തമായ രീതിയിൽ ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ കാണുന്ന പോലെ എല്ലാം രേഖപ്പെടുത്തി. അപ്പൊ അതാണ് റസൂലുള്ളാഹിന്റെ ജീവിതം. അങ്ങനെയുള്ള ആ നബിയാണ് നമ്മളുടെ മാതൃകാ പുരുഷൻ. ഒരു മാതൃകാ പുരുഷൻ എന്ന് പറയുമ്പോൾ വേണ്ട യോഗ്യത ഒന്നാമത്തെ അതാണ്, അദ്ദേഹത്തെ നമ്മളെ മുമ്പിൽ കിട്ടണം. നമ്മളെ മുമ്പിൽ അദ്ദേഹത്തെ ഇങ്ങനെ കാണാൻ കഴിയണം. ആ കാണുന്ന രീതിയിലുണ്ട്. അല്ലാതെ നമുക്ക് മാതൃക ഉണ്ടുണ്ട് എന്താ ചോദിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരരുത്. ചോദിച്ചാൽ അപ്പം മറിച്ചു നോക്കിയാൽ കിട്ടും. നബിന്റെ മുന്നിൽ നിന്ന് നമ്മളെ മുമ്പിൽ നബി ഇങ്ങനെ നിൽക്കുന്നത് പോലെ, ചെയ്ത് കാണിച്ചു തരുന്നത് പോലെ, അഭിനയിച്ച് ഇങ്ങനെ കാണിച്ചു തരുന്നവരെ നമ്മളെ മുമ്പിൽ ഇങ്ങനെ കാണിച്ചു തരുകയാണ് നബിന്റെ ജീവിതം. അതാണ്. ഈ ആയിഷ അള്ളാനോട് ചോദിക്കുന്നുണ്ട്, ഒരു സഹാബി വന്നിട്ട് ഒരു സംഭവ ഉദാഹരണത്തിന്, മാതാക്കാൻ യഫ്അൽ റസൂലുള്ളാഹി ഫീ ബൈതി, അള്ളാഹുവിന്റെ റസൂൽ വീട്ടിലൊക്കെ വന്നാൽ എന്താ ചെയ്യാറുള്ളത്? ഒരു സ്വാഭാവിക സംശയമാണ്. നബി വീട്ടിലൊക്കെ വരുമല്ലേ, ഞങ്ങൾക്ക് അവിടെ അകത്ത് വരെയപ്പോ നോക്കാൻ കഴിയില്ല, എന്തൊക്കെ ചെയ്യാറുള്ളത്? അപ്പൊ ആയിഷ അള്ളാനെ പറയുന്നത്, കാന ബശ്റൻ മിനൽ ബശരി, അദ്ദേഹം എല്ലാ മനുഷ്യന്മാരും കൂട്ടത്തിലൊരു മനുഷ്യൻ തന്നെയാണ്. നബിയാണ്, പക്ഷെ ഒരു മനുഷ്യന്മാർ കൂട്ടത്തിലൊരു മനുഷ്യൻ തന്നെയാണ്. വസ്ത്രം കലക്കും, ആടിനെ കറക്കും, തന്റെ സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തം തന്നെ ചെയ്യും. നമുക്ക് നബിന്റെ ജീവിതത്തെ പറ്റി ചോദിച്ചോ പറഞ്ഞ മറുപടിയാണ്. നബി എന്താ വീട്ടിലൊക്കെ വന്നാ ചെയ്യാറുള്ളത്? നബി ഒരു സാധാരണ മനുഷ്യനാണ്. വീട്ടിൽ വന്നാൽ അങ്ങനെ ഗൗരവം കാട്ടി ഞാൻ നബി ആണെങ്കിൽ ഇരിക്കുന്നല്ല, ഞാൻ വലിയ മഹാനാണെന്ന് പറഞ്ഞാൽ ഇരിക്കണമെന്നില്ല. നബി വീട്ടിൽ സാധാരണ മനുഷ്യനല്ലേ, വീട്ടിക്ക് വരും. എന്നിട്ട് എന്ത് ചെയ്യും? വസ്ത്രമൊക്കെ കഴുകി വൃത്തിയാക്കേണ്ടതൊക്കെ നബി തന്നെ ചെയ്യും. ആടാണല്ലോ അവരുടെ ഒരു ഉപജീവനം. ആടിനെ കറക്കേണ്ടെന്ന് ആടിനെ കറക്കും. പിന്നെന്താണ്, സ്വന്തം കാര്യങ്ങളൊക്കെ നബി തന്നെ ചെയ്യും. ആയിഷ തന്നെ പറഞ്ഞത്, നബി വന്നാൽ ആദ്യം പല്ലൊക്കെ തേക്കും, വൃത്തിയാക്കും. അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു. കയറി വരുമ്പോ അതിനെ പല്ലൊക്കെ വെച്ച് വൃത്തിയാക്കി മാന്യമായിട്ട് വീട്ടിൽ വരിക, വീട്ടുകാരെ കാര്യങ്ങളിലൊക്കെ ഇടപെടും, പറയേണ്ടത് പറയും, ചെയ്യേണ്ടത് ചെയ്യും, ഭക്ഷണം ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ എല്ലാവരും പോലെ സഹിക്കും, ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനായിട്ട് എല്ലാ കാര്യങ്ങളും ഇടപെട്ട് ജീവിച്ച്, എന്നാൽ നബിയായിട്ടും ജീവിച്ചു. അവർക്ക് കാണാവുന്ന ചരിത്ര പുരുഷനായിട്ട് അവരുടെ ഇടയിൽ ജീവിച്ചു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. ഇനി ഇതിലുള്ള മറ്റൊരു ഭാഗം, ഈ ജീവിതം, ഈ മാതൃകാ ജീവിതം എന്ന് പറയുന്നത് ഒരു മാതൃകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, കൃത്രിമമായിട്ട് ജാടകൾ അഭിനയിച്ച് കാണിച്ചിങ്ങനെ ഞാനൊരു മാതൃകയാണ് നിങ്ങളുടെ കണ്ടുകൊണ്ടിട്ട് പറഞ്ഞ ആൾക്കാർക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ കാണിക്കായിരുന്നില്ല. അതങ്ങനെ അഭിനയിച്ച് കാണിക്കാം, ആളുകൾ കൂടുന്നോടത്ത് ഇങ്ങനെ കാണിച്ചു പോവാം. അതല്ലാതെ ഒരു കൃത്രിമത്വവും ഇല്ലാതെ സത്യസന്ധമായിട്ട് ജീവിച്ച് മാതൃകയാകുകയാണ് ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചിരുന്നു, റസൂലിന്റെ ജീവിതം സത്യസന്ധമായ ജീവിതമാണ്. എന്നിട്ട് അതാണ് മാതൃകയായി മാറുന്നത്. അത് മാതൃക കൂടി വേണ്ടിയാണ് നബി ആയതുകൊണ്ട്. അതാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകത. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ വമാ അന മിനൽ മുതകല്ലിഫീൻ. നബി നീ അവരോട് പറയണം. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നബിനോട് ഖുർആൻ പറയുന്ന രീതി ഖുൽ എന്ന് പറഞ്ഞിട്ട്, നബിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നിടത്തൊക്കെ കാണാം ഖുൽ, നീ എന്നാണ് പറയണം. ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെ പോലെ ഒരു മനുഷ്യനാണ്. ഖുൽ ലാ അഅലമുൽ ഗൈബ, നീ പറയും എനിക്ക് ഗൈബ് അറിയില്ല. ഒക്കെ നീ എന്നാണ് പറയണം, ഞാൻ അങ്ങനെ പറയില്ല, നിന്റെ ശൈലിയിൽ പറയണം. അത് അതിനൊരു പ്രത്യേകത ഉണ്ട്. നബി
നബിയുടെ ഭാഗത്ത് നിന്ന് വ്യക്തിപരമായിട്ട് പറയുന്ന രീതിയിൽ പറയണം. ഇവിടെ നിങ്ങൾ നോക്ക്, കുൽ, നീ എന്നാണ് പറയാ, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഞാൻ നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കുന്നില്ല. ഒന്നാമത്തെ ഭാഗത്ത്. രണ്ടാമത്തെ, വമാ അന മിനൽ മുതകല്ലിഫീൻ, ഞാനൊരു തകല്ലുഫ്, കൃത്രിമ പ്രകടനക്കാരനല്ല. നമുക്ക് ഒരു വാക്യമാണ് ഖുർആനിലെ, ഞാൻ നിങ്ങളോട് ഒരു കൂലിയും ചോദിക്കുന്നില്ല, നിങ്ങളോട് ഒരു കൃത്രിമം കാണിച്ചൊന്നും ചെയ്യുന്നില്ല ഞാൻ. അങ്ങനെ പറയാൻ കഴിയും ഒരാൾക്ക് ധൈര്യമായിട്ട്? അത് കഴിയും അല്ലാഹുവിന്റെ റസൂലിന്. ഒരു കൂലിയും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ അറിയാൻ അർത്ഥം? ഈ ദഅവത്ത്, ഈ എന്നെ ചുമതലപ്പെടുത്തിയ ഉത്തരവാദിത്വം, പ്രബോധനം, റസൂൽ എന്നൽക്കുള്ള എന്റെ ബാധ്യത, ഇത് നിർവഹിക്കുന്നതിന്റെ പേരിൽ ഒരു നയാ പൈസന്റെ ആനുകൂല്യം ഞാൻ കൈപ്പറ്റുന്നില്ല. അത് 100% റസൂലിന്റെ ജീവിതത്തിൽ കൃത്യമാണ്. ഒരു ആനുകൂല്യം അള്ളാഹുവിന്റെ റസൂൽ കൈപ്പറ്റിയിട്ടില്ല, കൈപ്പറ്റാൻ അനുവദിച്ചിട്ടുമില്ല. ഒരു കൃത്രിമത്വം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചിട്ടുമില്ല. എത്രയോ സംഭവങ്ങൾ. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഒരു ഉദാഹരണം, എളുപ്പം മനസ്സിലാവുന്ന ഒരു ഉദാഹരണം. സക്കാത്ത് അള്ളാഹുവിന്റെ റസൂൽ നടപ്പാക്കിയ ഒരു സാമ്പത്തിക സംവിധാനമാണ്. അത് നമ്മൾ വിചാരിക്കുന്ന മാതിരി റമളാൻ 25 കൊടുക്കുന്ന ഒരു ചിലർ തൊട്ട് പേരല്ലാതെ, അത് രാഷ്ട്രത്തിന്റെ കീഴിൽ നടക്കുന്ന, ഇസ്ലാമിക രാജ്യം ഉണ്ടെങ്കിൽ അതിന്റെ കീഴിൽ നടക്കുന്ന, അതിന്റെ ബൈത്തുൽ മാലിൽ ഒരു വകുപ്പ് നിശ്ചയിച്ച് ഉദ്യോഗസ്ഥന്മാരെയും ശമ്പളക്കാരെയും നിശ്ചയിച്ച് സക്കാത്തിന് ശമ്പളം കൊടുക്കാൻ വകുപ്പുണ്ട്. അതിന്റെ 8 വിഭാഗത്തിൽ ഒരു ഇമാം ശമ്പളം കൊടുക്കാന്നാ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു സംവിധാനമാണ്. ആ സംവിധാനം ഇങ്ങനെ റസൂൽ നടപ്പാക്കുമ്പോൾ പറയുന്ന വാക്കെന്താ നിങ്ങള്? വളരെ അത്ഭുതകരമാണ് ആ വാക്കുകളൊക്കെ. മൻ അഅ്താഹാ മുഅ്തജിറൻ ഫലഹു അജ്റുഹു ഫമൻ മനഅഹാ ഫഇന്ന ആഖിദുഹാ വശത്രു മാലിഹി അസ്മത്തുൻ മിൻ അസ്മാത്തി റബ്ബിനാ ലാ യഹല്ലു ലിആലി മുഹമ്മദിൻ മിൻഹാ ശൈഉൻ. നിങ്ങളൊരു നബി അല്ലാതെ പറയോ? എന്താ പറഞ്ഞാൽ നിങ്ങള്? ആരെങ്കിലും സക്കാത്ത് സ്വമേധയാ നൽകിയാൽ, പരപ്രേരണയൊന്നുമില്ല, സമ്മർദ്ദമൊന്നുമില്ലാതെ പരലോകത്ത് കൂലി കിട്ടണമെന്ന് മുഅ്തജൻ കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും നൽകിയാൽ ഫലഹു അജ്റുഹു, അവന് അതിന്റെ കൂലി കിട്ടും. ഫമൻ മനഅഹാ, ആരെങ്കിലും അത് കൊടുക്കാൻ തടഞ്ഞു വെച്ചാൽ ഫഇന്ന ആഖിദുഹാ വശത്രു മാലിഹി, അവന്റെ സക്കാത്ത് നമ്മൾ അവന്റെ നിന്ന് പിടിച്ചു വാങ്ങും. സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രമേ നബി അത് പറഞ്ഞിട്ടുള്ളൂ. അതിന് നിയമപാലകരെ വിട്ട് അതിന്റെ വകുപ്പ് എന്താ വെച്ചാൽ കൈകാര്യം ചെയ്യണം. അവന് വാങ്ങും സക്കാത്ത്. ശത്രു മാലിഹി, അതിനൊരു പണിഷ്മെന്റ് അല്ലെങ്കിൽ പെനാൽറ്റി എന്നുള്ള ആൾക്കൊരു പകുതി സ്വത്ത് ബൈത്തുൽ മാലിലേക്ക് കണ്ടിട്ടു. അങ്ങനെ നിയമമുണ്ട് ഖുർആനിൽ, ഹദീസിൽ. സക്കാത്ത് കൊടുക്കാത്തന്റെ പിടിച്ചു വാങ്ങും ചെയ്യും, അവന്റെ പകുതി സ്വത്ത് ഇങ്ങോട്ട് കണ്ടു കിട്ടുന്ന പാവങ്ങളെ അവകാശം കൊടുക്കാക്കാൻ പറ്റൂല. അതിന് എനിക്ക് തക്കവ ഉണ്ടാകാൻ കാത്തിക്കാൻ പറ്റൂല എന്നതിന്റെ അർത്ഥം. തക്കവ ഉണ്ടായിട്ട് കൊടുക്കാറുണ്ടല്ലോ, ആ കാത്തിക്കാൻ പറ്റൂല. അവന് തക്കവ ഉണ്ടായില്ലെങ്കിൽ ഇവിടെ ആവശ്യക്കാരന് കിട്ടണം, അത് വാങ്ങിയത് കൊടുക്കും, പിന്നെ പകുതി സ്വത്ത് ബൈത്തുൽ മാലിലേക്ക് കണ്ടു കിട്ടും. അതിന്റെ അടുത്ത വാക്കാണ് നമ്മുടെ വിഷയം, അസ്മത്ത് മിൻ അസ്മാത്തി റബ്ബിനാ. ഇതൊക്കെ എന്റെ റബ്ബിന്റെ, നമ്മുടെ റബ്ബിന്റെ തീരുമാനമാണ്. മുഹമ്മദിന് ഇതിലൊരു പങ്കുമില്ല. ഞാൻ ഇങ്ങനെ ഗൗരവം കാട്ടി മുതലിങ്ങനെ കിട്ടാനുള്ള പണ്ടെടുക്കല്ല, ഞാനൊക്കെ പിടിച്ചു വാങ്ങുന്നൊക്കെ പറഞ്ഞ എന്റെ വീട്ടിൽ കൊണ്ടാനല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. അടുത്ത വരി, ലാ യഹില്ലു ലിആലി മുഹമ്മദിൻ മിൻഹാ ശൈഉൻ, മുഹമ്മദിനോ അദ്ദേഹത്തിന്റെ കുടുംബക്കാർക്കോ ഇതിൽ നിന്ന് അയാ പൈസ വാങ്ങാൻ പാടില്ല. സക്കാത്ത് ഇങ്ങനെ കർശനമായിട്ട് നടപ്പാക്കും, പിടിച്ചു വാങ്ങും, കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. സാമ്പത്തികമായിട്ട് നടപ്പാക്കേണ്ട ഒരു നിയമമാണ്, അത് അങ്ങനെ തന്നെ പോകും. അങ്ങനെ പോകുന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്റെ വീട്ടിൽ കൊണ്ടാണ് അതിന്റെ വിഹിതം എനിക്ക്. മുഹമ്മദിനോ മുഹമ്മദിന്റെ കുടുംബത്തിനോ ഒരു പൈസ നീന്ന് വാങ്ങാൻ പാടില്ല. ആരാ മുഹമ്മദിന്റെ കുടുംബം? ബനു ഹാഷിം, ഖുറൈശ് ഗോത്രത്തിലെ ഹാഷിം കുടുംബമാണ് നബിന്റെ. ആ വൃത്തത്തിലുള്ള ആർക്കും വാങ്ങാൻ പാടില്ല ഒരു പൈസ സക്കാത്ത് വാങ്ങാൻ. എത്ര ദരിദ്രനാണ് സക്കാത്ത് വാങ്ങാൻ പറ്റില്ല? കൊടുക്കണം എന്നല്ലേ പറയേണ്ടത്?
എന്റെ കുടുംബക്കാരൊക്കെ വളരെ കഷ്ടപ്പാടില്ല, നിങ്ങൾ നല്ല ഒന്ന് കരുതണട്ടോന്നല്ല പറയേണ്ടത്. അല്ല ഇങ്ങനെ വല്ലതും നടപ്പാക്കുമ്പോ ആനുകൂല്യം നമ്മുടെ ഇപ്പോഴത്തെ ലോകം വെച്ച് നോക്കുമ്പോ എങ്ങനെയൊക്കെ നമ്മൾക്ക് അത് അനുകൂലാക്കാൻ പറ്റുന്നല്ലോ നോക്കുക. എന്ത് പ്രശ്നത്തിലും അവനാനും അവനാനും കുടുംബക്കാർ കിട്ടുമെന്നല്ലോ നോക്കുക. ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ഒരു സംഗതി ഇങ്ങോട്ട് കിട്ടൂല. നബിന്റെ കുടുംബം പറഞ്ഞാൽ തരൂല. നമ്മളെ ഇപ്പത്തെ നബിന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ തങ്ങളാണ് എനിക്ക് വല്ലതും തരണേന്നാ. അങ്ങനെയല്ല, തങ്ങളാണ് ഒരു പൈസ തരാൻ പറ്റൂല എന്നാ പറയേണ്ടത്. കുടുംബാണ് നബി പറഞ്ഞത്. അപ്പൊ എന്തായി പറയുന്ന നിങ്ങളോട് ഒരു കൂലി ഞാൻ ചോദിക്കുന്നില്ല, ഒരു പൈസ ഞാൻ അതോട് ചോദിക്കുന്നില്ല. ഇതെന്റെ ദൈവത്തെ നിർവഹിക്കുകയാണ്. ഒരു പൈസ നിങ്ങൾ തരണ്ട, ഒരു ആനുകൂല്യം കൊണ്ട് തരണ്ട. ഒരു സക്കാത്ത് എന്ന സംവിധാനം, വലിയൊരു സാമ്പത്തിക സംവിധാനം നടപ്പാക്കിയപ്പോ ആദ്യം തന്റെ വീട്ടിൽ തടഞ്ഞു. അതിന്റെ ഒരു മറുഭാഗം കൂടി ഓർത്തു. പലിശ ഏറ്റവും അവസാന നബി വിരോധിക്കണേ. നബിന്റെ അവസാനത്തെ പ്രസംഗത്തിലാണ്. അവരെ പലിശ വാങ്ങിക്കുന്ന സഹാബികളൊക്കെ കള്ളും കുറെ കുടിച്ചിരുന്നു. അവരൊക്കെ അവസാനം നിരോധിക്കുക. അപ്പഴേ പോവുള്ളൂ. അവരെങ്ങനെ അവരെ കൊണ്ടുകടന്നു. പലിശ നിരോധിക്കുന്ന ഹജ്ജത്തുൽ വിദായിലെ നബിന്റെ ആ പ്രസംഗം വളരെ ചരിത്ര പ്രസിദ്ധമാണ്. ആ പ്രസംഗം അതിന്റെ ശൈലി പോലും അത്ഭുതകരമാണ്. എങ്ങനെ പലിശ നിരോധിക്കുന്ന കാര്യങ്ങള്, പലിശയെ പറ്റി പറയുന്നിടത്ത് റിബൽ ജാഹിലിയത്തി മൗലൂൻ തഹത ഖദമയ്യാദ, ജാഹിലിയ കാലത്ത് അഥവാ ഇസ്ലാമിന് മുമ്പ് നിലനിന്നിരുന്ന എല്ലാ പലിശ ഇടപാടുകളും ഇന്നത്തോടു കൂടി ഞാൻ എന്റെ കാൽ കീഴിൽ ചവിട്ടി താഴ്ത്തുന്നു. അങ്ങനെ വിപ്രയോഗിച്ച് അത് നിരോധിച്ചു ഒന്നുമല്ല. ഞാനിതാ എന്റെ കാൽ കീഴിൽ ചവിട്ടി താഴ്ത്തുന്നു. ഇനി ആരും മുസ്ലിം സമൂഹത്തിന് പലിശ വാങ്ങാൻ പാടില്ല. ആ കൊടുക്കലൊക്കെ ഒന്നായിട്ടാണ് നിരോധിച്ചത്. അവരെ മുസ്ലിങ്ങൾ പലിശ വാങ്ങിയിരുന്നു, ഹറാമാക്കിയിട്ടില്ല. അവസാനം മാറുള്ളൂ. ജനങ്ങളുടെ അവിടുത്തെ സാമ്പത്തിക വ്യവസ്ഥയാണത്. അതൊരു എല്ലാവരും നടപ്പാവില്ല. നബി എല്ലാം മാറ്റി കൊണ്ടുവന്നിട്ട് അവസാനം പറഞ്ഞ് ഇനി പലിശ ഇടപാടില്ല കേട്ടോ. ഇതിനാ ഇല്ലാന്ന് പറഞ്ഞ് നിർത്തല്ല. ഞാൻ ആദ്യം ദുർബലപ്പെടുത്തുന്ന പലിശ എന്റെ മൂത്താപ്പ അബ്ബാസ് അവിടെ നിൽക്കുന്നു. അബ്ബാസിന്റെ പലിശയാണ് ഞാൻ ആദ്യം ദുർബലപ്പെടുത്തുന്നത്. അത് ഇനി ആരും അദ്ദേഹത്തിന് കൊടുക്കണ്ട. അബ്ബാസിന്റെ നബിന്റെ മൂത്താപ്പ നബിനെ ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു. നബിക്ക് വേണ്ടി മുസ്ലിം ആകുന്നതിന് മുമ്പ് വാദിച്ച ആളാണ് അബ്ബാസ്. ഒരു ഖുറൈശ് തൽപരനാ അബ്ബാസ്. നബിക്ക് ബഹുമാനുള്ള മൂത്താപ്പയാണ് അദ്ദേഹം. പലിശ വാങ്ങുന്ന ആള്, പലിശയുടെ മരമായിരുന്നു അദ്ദേഹം. അതിന്റെ ഇടപാട് കയറിയായിരുന്നു. ഒന്നും ഇല്ല, നിരോധിച്ചിട്ടില്ലല്ലോ. പക്ഷെ ആദ്യമാണ് നിരോധിച്ചിട്ട് ആദ്യത്തെ പ്രസ്ഥാനം തരും. എന്റെ മൂത്താപ്പാക്ക് ഞാൻ ആരെങ്കിലും പലിശ കൊടുക്കുകയാണെങ്കിൽ അത് ഞാനും കൊടുക്കണ്ട, അത് ഞാൻ എന്താ ദുർബലപ്പെടുത്തിയത്. അതിന്റെ മൂലധനം അദ്ദേഹത്തിന് വാങ്ങാം. അവിടുന്നാണ് അബ്ബാസ് കുറച്ചുകൂടി കിട്ടട്ടെ എന്നൊന്നും പറഞ്ഞില്ല. മതമാണ്. റസൂല് പറഞ്ഞാൽ മൂത്താപ്പക്ക് കേൾക്കും, മൂത്താപ്പ കേൾക്കും, എല്ലാരും കേൾക്കും. നബിനെ റസൂലുള്ളാഹ് എന്നാ അവര് വിളിക്കുക, അള്ളാന്റെ റസൂലേ എന്നാ വിളിക്കുക മൂത്താപ്പ. അവരാണ് നബിയാണ് പറഞ്ഞു, ആണ് നിർത്തി. നോക്ക്, പലിശ നിരോധിച്ച് നിർത്തുമ്പം നഷ്ടാർക്കാര്യങ്ങള് അത് ഇതും കൂടിയാണ് വാങ്ങിയിട്ട് കിട്ടുകയാണെങ്കിൽ നബിന്റെ കുടുംബത്തിക്ക് വരവ്. പലിശ ഇങ്ങോട്ട് കിട്ടല്ലേ പൈസ. അതാണ് നിരോധിച്ച് ഒറ്റ പോയിന്റിൽ വെച്ചാണ് നിരോധിച്ച് ഒന്നായിട്ടാണ് തട്ടി പൈസ. എത്രയോ കണക്കിന് ദീനാറും ദിർഹവും പോയിട്ടുണ്ടാവും പലിശന്റെ വരവില്. അതൊക്കെ ഒഴിവാക്കുക. അപ്പൊ ഒരു ആനുകൂല്യം കിട്ടുന്നിടത്ത് തന്റെ കുടുംബത്തിന് തടഞ്ഞു. സക്കാത്ത് നടപ്പാക്കിയപ്പോൾ തന്റെ കുടുംബത്തിന് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. പലിശ നിരോധിച്ചപ്പോൾ തന്റെ കുടുംബത്തിന് കൊടുക്കാനുള്ള പലിശ ഞാൻ കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വ്യക്തിപരമായിട്ട് ഒരു ലാഭവും ഉണ്ടാക്കാതെ അദ്ദേഹം മാതൃകാ പുരുഷനായി. വമാനമിനൽ മുതകല്ലിഫീൻ, ഞാനൊരു കൃത്രിമ പ്രകടനക്കാരനല്ല. അങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞേക്കണം ജനങ്ങളോട്. ജനങ്ങളെ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കാണിക്കുന്ന ജാടകളല്ല ഇതൊന്നും. സത്യസന്ധമായും മതം അനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് നബിയോട് പറഞ്ഞല്ലോ, മുഹമ്മദ് നീ ഇതൊക്കെ ഒന്ന് മാറ്റി പറയും. കുറച്ചൊക്കെ നമുക്ക് ഒന്ന് ഒത്തുപോണ്ടേ. ഇങ്ങനെ മുറിച്ച് കറുത്ത് മുറിച്ച് ഇങ്ങനെ പറയല്ലേ, നമുക്കൊന്ന് ഒത്തുപോണ്ടേ. ആ രൂപത്തിലൊക്കെ ഒന്ന് പറയാം. അപ്പൊ നമുക്ക് ഒന്നിച്ചു പോകാം. നബി പറഞ്ഞ മറുപടി എന്താ പറയുന്നത്? മിൻ തിൽഖായി, എന്റെ ഭാഗത്ത് നിന്ന്, തിൽഖായി നഫ്സി, എനിക്ക് സ്വന്തമായിട്ട് തിരുത്താൻ കഴിയില്ല കൂട്ടരെ. നിങ്ങൾ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തിരുത്താൻ കഴിയണ്ടേ? എനിക്ക് കഴിയില്ല.
എനിക്ക് എന്താണോ വഹി കിട്ടുന്നത് അത് ഞാൻ ഇങ്ങനെ പിന്തുടരുന്നു എന്നല്ലാതെ നിങ്ങളോട് മാറ്റുന്നുണ്ട് എനിക്കിത് മാറ്റാൻ പറ്റുമോ? അത്ര സത്യസന്ധമായിട്ടാണ് നബി പറഞ്ഞു. ഞാൻ കൃത്രിമ പ്രകടനക്കാരൻ. സൂചിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ചരിത്രം അത് തന്നെ ഒരു നബിയാണെന്നതിന്റെ ഏറ്റവും വലിയ രേഖയാണ്. അദ്ദേഹം ചരിത്രത്തിന്റെ വെളിച്ചത്തിൽ ജീവിച്ചൊരാളാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ എല്ലാ ഭാഗവും അതീവ സ്വകാര്യമായ കാര്യങ്ങൾ പോലും തെളിഞ്ഞു നിൽക്കുന്ന നട്ടുച്ചക്ക് കാണുന്നത് പോലെ കാണാൻ കഴിയുന്ന ഒരു നബിയാണ് അദ്ദേഹം. 1400 വർഷം മുമ്പ് ജീവിച്ചു പോയിട്ടും ഇപ്പോഴും നമ്മളുടെ ഇടയിലൂടെ അദ്ദേഹം ജീവിക്കുന്നത് പോലെ അദ്ദേഹത്തെ മാതൃകയാക്കി അദ്ദേഹത്തെ അനുകരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാർ ലോകത്തുള്ള ഒരേ ഒരു നേതാവ്, ഒരു നബി, അത് മുഹമ്മദ് നബിയാണ്. അതാണ് ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃകാ പുരുഷനാണ് എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ആ നബി ചരിത്രം കഴിയുമെങ്കിൽ ഒരു തവണയെങ്കിലും തുടക്കം മുതൽ ഒടുക്കം വരെ നമ്മൾ വായിച്ചു തീർക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത പ്രചോദനം ഉണ്ടാക്കുന്ന കാര്യമാണ്. നബി ചരിത്രം വായിക്കണം ഒരു തവണയെങ്കിലും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.